ദൈവം സ്വയംഭൂവാണെന്ന് നമുക്കറിയാം. നാമോ അവൻ്റെ ശ്വാസത്താൽ നിലനിൽക്കുന്നവരാണ്. ഈ വ്യത്യാസം നിത്യതയിലും നിലനിൽക്കും. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാർ പോലും സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുന്നതായാണ് നാം കാണുന്നത്. ആരും അവിടെ ദൈവത്തിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നതായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നത് ഏദൻ തോട്ടത്തിൽ സാത്താൻ മനുഷ്യനോട് പറഞ്ഞ ആദ്യത്തെ നുണയായിരുന്നു. ഇന്നും ചിലർ കൽപ്പിച്ചാൽ നമുക്കും ദൈവത്തെ പോലെ സൃഷ്ടി നടത്തുവാൻ സാധിക്കും, നാം ചെറിയ ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള അതിർവരമ്പ് മായ്ച്ചു കളയുകയാണ്. നിങ്ങൾക്ക് പാസ്റ്റർ ക്രിസ് ഒയാഖിലോമയെ അറിയാമോ? എനിക്കറിയാം, എൻ്റെ പ്രേക്ഷകരിൽ കുറച്ചു പേരെങ്കിലും കഴിഞ്ഞ മാസം അദ്ദേഹത്തെ നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്നുള്ള ഇമ്പാർട്ടേഷൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 25 മുതൽ 28 വരെ തീയതികളിൽ ഹൈദരാബാദിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ അതിവിപുലമായ ഒരു ക്രിസ്തീയ സമ്മേളനം നടന്നു. കേരളത്തിൽ നിന്ന് ധാരാളം സുവിശേഷകരും പാസ്റ്റർമാരുമൊക്കെ അതിൽ പങ്കെടുത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നിയോ കരിസ്മാറ്റിക് പ്രസംഗകരിൽ ഒരാളായ നൈജീരിയയിൽ നിന്നുള്ള റവറൻഡ് ഡോക്ടർ ക്രിസ് ഒയാഖിലോമെ ആയിരുന്നു മുഖ്യ പ്രഭാഷകൻ. ഒരു ആധുനിക ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലവ് വേൾഡ് ഇന്റർ കോർപ്പറേറ്റഡ് എന്ന ആഗോള പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ അദ്ദേഹം കെന്നത്ത് കോപ്ലാൻഡ്, ബെന്നിഹിൻ തുടങ്ങിയവരുടെ പ്രോസ്പിരിറ്റി സുവിശേഷത്തിന്റെ പാത പിന്തുടരുന്ന വേർഡ് ഓഫ് ഫെയ്ത്ത് ദൈവശാസ്ത്രത്തിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളാണിപ്പോൾ. പാസ്റ്റർ ക്രിസ് ഒയാഖിലോയുടെ കഥയും ജീവിതവും ഉപദേശവും ഒന്നും ഈ വീഡിയോയിൽ വിവരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ പാസ്റ്റർ ക്രിസ് ഒയാഖിലോമയുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങളുണ്ട്. അതിലൊന്ന് അദ്ദേഹം ഭാര്യ അനിതയുമായി വിവാഹമോചനം നേടിയതുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് ഏകദേശം $110 മില്യൺ ആസ്തിയുള്ള സ്വന്തം പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെയാണ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ചില ദുരുപദേശങ്ങളുടെ പ്രചാരകനാണ് ഇദ്ദേഹം എന്ന ആരോപണമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. അതിലൊന്നാണ് തിയോസിസ് അഥവാ ഓരോ മനുഷ്യനും ദൈവമാണെന്ന് പറയുന്ന വാദം. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ എന്താണ് പറയുന്നതെന്നൊന്ന് പരിശോധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപൊരു കാര്യം, നിങ്ങൾ ഹാലലിയ ന്യൂസ് ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രദ്ധിക്കുക. കൂടാതെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഭാഗമാകുവാൻ അല്ലെങ്കിൽ ഹാലലിയ ഫാമിലിയിൽ ജോയിൻ ചെയ്യുവാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ താഴെ ഇടതു ഭാഗത്തുള്ള ഹാലലിയയുടെ എംബ്ലത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ആ ജോയിൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹാലലിയ ഫ്രണ്ട് അല്ലെങ്കിൽ ഹാലലിയ ഫാമിലി മെമ്പർ എന്നൊക്കെയുള്ള ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ചെറിയൊരു തുക നൽകി പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. നമുക്ക് പരാമർശ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. വേർഡ് ഓഫ് ഫെയ്ത്ത് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഗുരുതരമായ ദൈവശാസ്ത്രപരമായ വ്യതിചലനമാണ് മനുഷ്യൻ ലിറ്റിൽ ഗോഡ്സ് അഥവാ ചെറിയ ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ ആണെന്ന ഉപദേശം. ഉൽപ്പത്തി 1:26 മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യർ ദൈവവർഗത്തിൽപ്പെട്ടവരാണെന്നും ചെറിയ ദൈവങ്ങളാണെന്നും അവർ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെട്ട ഈ ദൈവത്വം പുനഃസ്ഥാപിക്കുകയാണെന്ന് കെന്നത്ത് കോപ്ലാൻഡിനെ പോലെയുള്ളവർ വാദിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ ഒരു ദൈവമില്ല, നിങ്ങൾ തന്നെയാണ് ദൈവമെന്നും ഈ ഉപദേശത്തിന്റെ വക്താക്കൾ പറയുന്നു. ഈ ദൈവശാസ്ത്രം അനുസരിച്ച് ആദമിന്റെ പതനത്തോടെ ഭൂമിയുടെ അവകാശി സാത്താനായി മാറി. അതിനാൽ ഇപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയിൽ ഇടപെടുവാൻ തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ അഥവാ വിശ്വാസികളുടെ സഹായം ആവശ്യമുണ്ട്. നേരിട്ട് ദൈവത്തിന് ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, മനുഷ്യരിലൂടെ സാധിക്കത്തുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ചെറിയ ദൈവങ്ങളായ നമ്മുടെ അനുവാദം ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ ദൈവത്തിന് ആവശ്യമാണ്.
ഒരു ദൈവത്തിന് ദാരിദ്ര്യമോ രോഗമോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വിശ്വാസികൾ ദരിദ്രരോ രോഗികളോ ഒന്നും ആകുവാൻ പാടില്ല എന്നും ഇത് പഠിപ്പിക്കുന്നവർ പറയുന്നു. ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യം മനുഷ്യൻ ദൈവമാകുമോ എന്നുള്ളതാണ്. അടുത്ത കാലത്തായി പ്രസംഗവേദികളിലും സോഷ്യൽ മീഡിയ ചർച്ചകളിലുമൊക്കെ ഈ ആശയം പല നിലകളിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന ഒരു പദമാണ് തിയോസിസ് എന്നുള്ളത്. ചിലർ ഇതിനെ ക്രിസ്തു വിശ്വാസത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടായി തന്നെ അവതരിപ്പിക്കുന്നു. നാം ദൈവത്തെ പോലെയാകും, അല്ലെങ്കിൽ നാം കുട്ടി ദൈവങ്ങളാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇതിൻ്റെ പേരിൽ നാം കേൾക്കാറുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ ആവേശം തോന്നും, മറ്റു ചിലർക്ക് ഭയമുണ്ടാകും. സത്യത്തിൽ എന്താണ് ഈ തിയോസിസ്? ആദിമസഭ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? ബൈബിൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കിതൊന്ന് പരിശോധിക്കാം. എന്താണ് തിയോസിസ്? ലളിതമായി പറഞ്ഞാൽ ദൈവീകരണം അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുക എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം. എന്നാൽ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ സഭാപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. തീയിൽ പഴുപ്പിച്ച ഇരുമ്പിനെ കുറിച്ചുള്ളതാണ് ആ ഉദാഹരണം. ഒരു ഇരുമ്പ് ദണ്ട് തീയിലിട്ടാൽ എന്ത് സംഭവിക്കും? ആ ഇരുമ്പ് തീ പോലെ ചുവന്നു തുടുക്കും. തീയുടെ ചൂടും പ്രകാശവും ആ ഇരുമ്പിലേക്ക് വ്യാപിക്കും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് തീ പോലെ തന്നെ തോന്നും. പക്ഷെ ഈ ഇരുമ്പ് ഒരിക്കലും തീയായി മാറുന്നില്ല. അതിന് തീയുടെ ഗുണങ്ങൾ ലഭിച്ചു എന്നേ ഉള്ളൂ. അതിനെ തീയിൽ നിന്ന് എപ്പോൾ മാറ്റുന്നോ അത് തണുത്ത് വീണ്ടും ഇരുമ്പായി മാറും. ഇതാണ് ബൈബിൾ പറയുന്ന തിയോസിസ്. നാം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളായ വിശുദ്ധി, സ്നേഹം, നീതി എന്നിവയാൽ നിറയപ്പെടുന്നു. എന്നാൽ നാം ഒരിക്കലും സത്തയിൽ, എസൻസിൽ ദൈവമായി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനാധാരമായ തിരുവെഴുത്ത് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് 2 പത്രോസ് 1:4 മലയാളം സത്യവേദ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവയിൽ നാം ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ അല്ലെ പാർട്ടേക്കേഴ്സ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം ദിവ്യ സത്ത അഥവാ ഡിവൈൻ എസൻസ് ആയി തീരുമെന്നല്ല, നാം ഒരു വിരുന്നിൽ പങ്കാളികളാകുന്നു എന്ന് പറയുമ്പോൾ നാം ആ വിരുന്നിന്റെ ഉടമസ്ഥനാകുന്നു എന്നർത്ഥമില്ലല്ലോ. നാം ആ രുചി ആസ്വദിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലും തേജസ്സിലും നാം പങ്കാളികളായി മാറുന്നു, പക്ഷെ നാം ദൈവമായി മാറുന്നില്ല. ഈ കാര്യത്തിൽ ആദിമസഭയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യൻ ദൈവമായി തീരുവാൻ വേണ്ടിയാണ്. ഇതൊരു പ്രസ്താവനയാണ്. ആദിമ സഭാപിതാക്കന്മാരിൽ പ്രമുഖനായിരുന്ന അത്തനാസിയോസ് പറഞ്ഞ പ്രസിദ്ധമായ വാചകമാണിത്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടൽ തോന്നിയേക്കാം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് നാം യഹോവയെ പോലെയോ ക്രിസ്തുവിനെ പോലെയോ ദൈവമാകുമെന്ന അർത്ഥത്തിലേ അല്ല. പാപത്താൽ തകർന്നുപോയ മനുഷ്യനെ ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവ സാദൃശ്യത്തിലേക്ക് ഉയർത്തുക എന്നതാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. അതായത് സ്ഥാനം കൊണ്ടുള്ള മാറ്റമല്ല, മറിച്ച് ബന്ധം കൊണ്ടുള്ള മാറ്റമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. റോമർ 8:15 ഈ വാക്യം. നാം ദൈവങ്ങളാവുകയല്ല, മറിച്ച് ദൈവമക്കൾ, സൺസ് ഓഫ് ഗോഡ് ആകുകയാണ് ചെയ്യുന്നത്. ദത്തെടുക്കപ്പെട്ട മകൻ അപ്പൻ്റെ സ്വത്തിന് അവകാശിയാണ്, പക്ഷേ അവൻ ഒരിക്കലും അപ്പനായി മാറുന്നില്ല. ഇവിടെയാണ് ആധുനിക കാലത്തെ ചില പഠിപ്പിക്കലുകൾ അപകടകരമാകുന്നത്. നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നത് ഏദൻ തോട്ടത്തിൽ സാത്താൻ മനുഷ്യനോട് പറഞ്ഞ ആദ്യത്തെ നുണയായിരുന്നു. ഇന്നും ചിലർ കൽപ്പിച്ചാൽ നമുക്കും ദൈവത്തെ പോലെ സൃഷ്ടി നടത്തുവാൻ സാധിക്കും, നാം ചെറിയ ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ
അത് സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള അതിർവരമ്പ് മായ്ച്ചു കളയുകയാണ്. ദൈവം തന്റെ മഹത്വം ആർക്കും പങ്കുവെക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന് യെശയ്യാവ് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. യെശയ്യാവ് 42:8 അത് പറയുന്നത്. ദൈവം സ്വയംഭൂവാണെന്ന് നമുക്കറിയാം. നാമോ അവൻ്റെ ശ്വാസത്താൽ നിലനിൽക്കുന്നവരാണ്. ഈ വ്യത്യാസം നിത്യതയിലും നിലനിൽക്കും. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാർ പോലും സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുന്നതായാണ് നാം കാണുന്നത്. ആരും അവിടെ ദൈവത്തിനൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നതായി പറഞ്ഞിട്ടില്ല. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നു. അത് കാണുമ്പോൾ ചന്ദ്രന് സ്വന്തമായി വെളിച്ചമുണ്ടെന്ന് ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് തോന്നാം. എന്നാൽ സത്യം എന്താണ്? ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. നാം ചന്ദ്രനെ പോലെയാണ്. നമുക്ക് സ്വന്തമായി പ്രകാശിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തു എന്ന സൂര്യനിൽ നിന്ന് ആ പ്രകാശം നമ്മിലേക്ക് തട്ടുമ്പോൾ നാം പ്രകാശം പരത്തുന്നവരായി മാറുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് നോക്കുക, പ്രിയരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കും പോലെ തന്നെ ആകുമെന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:2 നാം അവനെ പോലെയാകും, ലൈക്ക് ഹിം, അല്ലാതെ നാം അവനാകുകയില്ല. നോട്ട് ബിക്കം ഹിം. അതാണ് തിരുവെഴുത്തുപരമായ സന്തുലിതമായ അവസ്ഥ. തിയോസിസ് എന്ന വാക്കിനെ നാം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. നമ്മുടെ ലക്ഷ്യം ദൈവമായി തീരുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് അവൻ്റെ സ്വഭാവം നമ്മിൽ പകർന്ന് അവൻ്റെ തേജസ് നമ്മിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് തിരിച്ചറിയുക. ദൈവം താഴേക്ക് ഇറങ്ങി വന്നത് നാം അഹങ്കാരത്തോടെ മുകളിലേക്ക് കയറാനല്ല, മറിച്ച് നന്ദിയോടെ അവൻ്റെ കൃപയിൽ ആശ്രയിക്കാനാണ്. നിത്യതയിൽ നാം എത്തുമ്പോൾ ഞാൻ ആരായി തീർന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കുകയില്ല, മറിച്ച് എന്നെ സ്നേഹിച്ചവൻ എത്ര വലിയവനെന്ന് നാം അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദുരുപദേശങ്ങളെ തിരിച്ചറിയാനും വചനത്തിൻ്റെ തെളിമയിൽ പരിശോധിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത വീഡിയോയിൽ റവറൻഡ് ഡോക്ടർ ക്രിസ് യോഖിലോമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം.